ശ്രീ KVS ഹരിദാസ്, ഒരു കുടുംബാധിപത്യം രാജ്യസുരക്ഷയെ തന്നെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ നിർണായക രേഖകൾ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ നിർണായക രേഖകൾ പുറത്തു വരുന്നതിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഡിന്നി സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ മേഖലയെ സമ്മർദ്ദം ചെലുത്താൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അതേതു രീതിയിൽ അപകടകരമാകുമെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ വെറും കളിപ്പാവകളായി, അതായത് കുടുംബാധിപത്യത്തിനു മേൽ നിൽക്കുന്ന വെറും കളിപ്പാവകളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ അഴിമതി ചൂണ്ടിക്കാട്ടുന്നത്? ഇവിടെ നമ്മളൊരു കാര്യം ഈ കേസ് ഫയൽ പരിശോധിക്കുമ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള വിവരമാണ് പറയുന്നത്. ഈ ബിഡിങ് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു ടെൻഡർ ക്ഷണിച്ചാൽ ദാറ്റ് ഷുഡ് ബി ഫൈനൽ. പക്ഷേ ഇവിടെ ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ കരാറ് ഏറ്റെടുക്കുക, അവർക്ക് കരാറ് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള ബിഡേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ അതിൽ അമെൻമെൻറ്റ് വരുത്തിയെന്നാണ്. അപ്പോൾ എത്രമാത്രം ക്രൂക്കഡായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ആയിരുന്നു അത് നടന്നത്. ഇത് ഈ ഇന്ത്യയിലെ ഡിഫൻസ് സർവീസസിൽ നടക്കാൻ പാടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇന്ത്യയുടെ ഡിഫൻസ് പർച്ചേസ് സംവിധാനത്തിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സാധനം വാങ്ങുന്നതിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത കണ്ടീഷൻസ് പലവട്ടം മാറ്റുന്നു. അതിപ്പോൾ ഈ CBI കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫയലുകൾ മുഴുവൻ CBIയുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും എത്തിയിട്ടുണ്ടാകുമല്ലോ. ഞാനിത് പറയാൻ കാരണം എത്രമാത്രം ഇറസ്പോൺസിബിൾ ആയിരുന്നു ഡിഫൻസ് മിനിസ്ട്രി എന്നതിനുള്ള ഒരു സൂചനയാണ്. നമുക്ക് AK ആന്റണി മലയാളിയാണ്, അഴിമതിക്കാരനല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കാറുണ്ട് ഇവിടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നത്. അത് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവിടുത്തെ ഡിഫൻസ് പർച്ചേസസിന്റെ തീരുമാനം എടുക്കുന്ന അത്യുന്നത സമിതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിയേണ്ടതല്ലേ? അതെ, അഴിമതിക്കാരനല്ല എന്ന് പറയുന്നതും അഴിമതി കണ്ടില്ല എന്ന് പറയുന്നതിനുമുള്ള വ്യത്യാസം പോലെ. അല്ല, അതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്? അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ ഭരണ പരിചയം ഒക്കെ നമുക്കൊക്കെ ബോധ്യമുണ്ട്. അങ്ങനെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഒരു വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികൾ അത് പരിശോധിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ എന്നതാണ്. രണ്ടാമത്തേത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തത്. ഡിഫൻസ് പർച്ചേസിന് ഒരിക്കലും ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമുള്ള സാമഗ്രികൾ മുഴുവൻ വാങ്ങിക്കൊള്ളാൻ അദ്ദേഹം അനുമതി കൊടുത്തു. പക്ഷേ എല്ലാം സുതാര്യമാകും, ട്രാൻസ്പെറൻ്റ് ആകും എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനുള്ള സംവിധാനം കൊണ്ടുവന്നു. അന്താരാഷ്ട്ര ഡീലുകളിലാണ് ദല്ലാളന്മാർ പ്രത്യക്ഷപ്പെടുക. അവിടെ അദ്ദേഹം ചെയ്തത് എന്താ? നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ റഫാൽ ഡീലിൻ്റെ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റായി ഡീല്. ഇന്ത്യ പൈസ കൊടുക്കും, അത് ഫ്രാൻസിനാണ് കൊടുക്കുന്നത്. അതിൽ ഇടനിലക്കാരനില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും റഫാലിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ടാക്കിയ കോലാഹലം നമുക്ക് മറക്കാൻ പറ്റുമോ? കാരണം പ്രതിരോധ ഇടപാടുകൾ നടന്നാൽ കാശ് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സമൂഹമുണ്ട്, ഒരു രാഷ്ട്രീയ കുടുംബമുണ്ട് ഇവിടെ. അവരാണ് ഇവിടെ കോലാഹലം നടത്തിയത്, ഒച്ചപ്പാടുണ്ടാക്കിയത്, സുപ്രീം കോടതി പോയത്. നരേന്ദ്രമോദിയെ എന്തെല്ലാം പറഞ്ഞു, ചൗക്കിദാർ ചോർഹെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് നമ്മൾ കേട്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. അവസാനം കോടതിയുടെ മുമ്പിൽ മാപ്പും പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് തരം താണ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പശ്ചാത്തലമുള്ള കുടുംബം തലപ്പത്തിരിക്കുമ്പോൾ
ഇതല്ല, ഇതിനപ്പുറം നടക്കും. ഒരു രാജ്യത്തിന്റെ ഗതികേടാണ്, ഒരു സംശയമില്ല. അതെ, അതിൽ നിന്ന് നമ്മൾ ഇന്ന് മോചിതരായിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്ത് നടന്ന തട്ടിപ്പുകളുടെ മുഴുവൻ അടിത്തറ തോണ്ടണം, അത് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഇവര് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ സമ്പാദിച്ചതിന്റെ ചരിത്രം മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾ അറിയട്ടെ. അതിനുള്ള അവസരമായിട്ട് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഡീലിലെ അന്വേഷണം എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാനും. അതെ, തീർച്ചയായും. എന്തായാലും എന്താണ് എന്നുള്ളതിൻ്റെ നിജസ്ഥിതി ഒരു ദിവസം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക രേഖകൾ ഇറ്റലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഇതിനെ ഏതു രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടതും.